കഴക്കൂട്ടം വൻ തിരഞ്ഞെടുപ്പ് ചൂടിലാണ്. ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയായിട്ട് അഡ്വക്കേറ്റ് ടി ശരത്ചന്ദ്ര പ്രസാദാണ്, LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് കടകംപള്ളി സുരേന്ദ്രനും NDA സ്ഥാനാർത്ഥിയായിട്ട് V മുരളീധരനുമാണ് മത്സരിക്കുന്നത്. അവിടുത്തെ ഒരു രാഷ്ട്രീയ അവസ്ഥയെ കുറിച്ചൊന്ന് പറയാം. അവിടുത്തെ ഒരു രാഷ്ട്രീയ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ത്രികോണപ്പോര് ശക്തമായിട്ടുള്ള മണ്ഡലങ്ങളിലൊന്നാണ് കഴക്കൂട്ടം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും പഴയ കഴക്കൂട്ടമല്ല ഇന്നത്തെ കഴക്കൂട്ടം. അപ്പം നമുക്കറിയാം തിരുവനന്തപുരത്തിൻ്റെ സ്ഥലങ്ങളെല്ലാം പെട്ടെന്നാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലാറ്റുകളും വില്ലകളും അങ്ങനെ നിറയെ ഒരു ടെക്നോ പാർക്കുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേരുന്ന ഒരു സ്ഥലം കൂടിയാണ് കഴക്കൂട്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ വന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മുഖച്ഛായ തന്നെ മാറുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷെ അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മത്സരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്. കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ 10 വർഷമായിട്ട് അവിടുത്തെ MLA ആണ്. പിന്നീടുള്ളത് V മുരളീധരനാണ്. V മുരളീധരൻ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഏറ്റവും വലിയ ആവേശം എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു മുന്നേറ്റം നടത്താൻ കഴിയുന്നുണ്ട് എന്നതാണ്. പിന്നെയുള്ളത് ടി ശരത്ചന്ദ്ര പ്രസാദാണ്. അപ്പോൾ അദ്ദേഹത്തെ ഇറക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കഴക്കൂട്ടംകാർക്കൊക്കെ ശരത്തേട്ടനാണ്. അപ്പോൾ ശരത്തേട്ടൻ അങ്ങനെ ആ ഒരു ബോണ്ടിങ് ഉണ്ടാകും എന്നുള്ളൊരു കണക്കൂട്ടലാണ് അദ്ദേഹത്തിനെ ഇറക്കിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകാൻ പോകുന്നത് ഈ ത്രികോണപ്പോരിൽ ആര് വിജയിക്കും. കാരണം ഒരാൾ കൂടുതൽ വോട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ മറ്റു 2 സ്ഥാനാർത്ഥികൾ അത് ബാധിക്കും സ്വാഭാവികമായിട്ടും. ചിലപ്പോൾ BJPക്ക് നേരത്തെ ഉണ്ടായിരുന്ന വോട്ടിൽ നിന്നും BJP വോട്ട് ഉയർത്തി കഴിഞ്ഞാൽ അവിടെ ആര് വിജയിക്കും. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രന് BJPയുടെ വോട്ടുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആക്ഷേപം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ശബരിമല വിഷയം നമുക്കറിയാം. സ്വാഭാവികമായിട്ടും ശബരിമല സ്വർണ്ണക്കുള്ള ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായൊരു വിഷയമാണ്. മന്ത്രിയായിരുന്നു, അതായത് ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ അന്നാണ് ഇത്തരത്തിൽ മോഷണം നടന്നത് എന്നുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ തന്നെയാണ് അവിടെ BJPയും കോൺഗ്രസും എല്ലാം ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടുത്തെ ഒരു അടിസ്ഥാന ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് കുറച്ചുകൂടി ആശ്വാസം നൽകുന്നൊരു ഘടനയാണ് അവിടെ ഉള്ളത്. അതായത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും BJPക്ക് വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മുരളീധരനെ കൊണ്ടുവന്നെങ്കിലും വലിയ മുന്നേറ്റമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം അവിടെ മുരളീധരൻ മത്സരിക്കുന്ന സാഹചര്യത്തിൽ 2ാമതാണ് എത്തിച്ചേർന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അവിടുത്തെ ഒരു വാർഡുകൾ, അതായത് ഇപ്പോൾ നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇപ്പം BJP ആണ്. സ്വാഭാവികമായും BJPക്ക് വലിയൊരു ആത്മവിശ്വാസമാണ് നൽകുന്നത്. അപ്പോൾ അവിടെ 28 വാർഡുകളാണ് കഴക്കൂട്ടം എന്ന് പറയുന്ന ആ മണ്ഡലം ചേർന്ന് വരുന്നത്. അപ്പോൾ ആ 28 വാർഡുകളിൽ പകുതിയിൽ കൂടുതൽ BJP ആണ് അതിൽ ഭരിക്കുന്നത്. 10 എണ്ണത്തിൽ LDFും 3 എണ്ണത്തിൽ UDFും 1 സ്വതന്ത്രം. അങ്ങനെയാണ് അവിടുത്തെ ഒരു കണക്ക്. അതായത് BJPക്ക് വലിയൊരു എഡ്ജ് നൽകുന്നൊരു കണക്കുകളാണ് വാർഡ് തലത്തിലുള്ള ഈ കണക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJPക്ക് ഏറ്റവും കൂടുതൽ ശക്തി പകരുന്നതും അത് തന്നെയാണ്. പക്ഷേ ഇവിടെ കോൺഗ്രസ് ടി ശരത്ചന്ദ്ര പ്രസാദിനെ ഇറക്കുന്നത്, അദ്ദേഹം നേരത്തെ ഒരു MLA ആയിരുന്നു. സ്വാഭാവികമായിട്ടും ട്രേഡ് യൂണിയനിലൂടെയൊക്കെ പ്രവർത്തിച്ചു വന്നതുകൊണ്ടും അവിടുത്തെ നാട്ടുകാരനായതുകൊണ്ടും ജനങ്ങൾക്കിടയിൽ, അതായത് ഇപ്പോൾ തൊഴിലാളികളുമായിട്ടൊക്കെ ഒരുപാട് ഇടപെട്ട് അങ്ങനെ ട്രേഡ് യൂണിയനിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ അവിടുത്തെ ശരത്തേട്ടൻ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ ശരത്തേട്ടൻ അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. പക്ഷെ അവിടെ ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയല്ല, ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വോട്ടർ പട്ടിക പുനർനിർണയം നടത്തിയ സാഹചര്യത്തിൽ 30,000 വോട്ടുകൾ ആ മണ്ഡലത്തിൽ നിന്നും മാറ്റപ്പെട്ടിട്ടുണ്ട്. ഈ 30,000 വോട്ടുകളെ ആർക്കായിരിക്കും ഗുണമാകാൻ പോകുന്നത് എന്നുള്ള വലിയൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആക്ഷേപം എന്ന് പറയുന്നത് ഡീൽ വിവാദമുണ്ട്. LDFും BJPയും തമ്മിലൊരു ഡീല് നടക്കുന്നുണ്ട്. സ്വാഭാവികമാണ് കേരളത്തിൽ 10 മണ്ഡലങ്ങളുണ്ട്. ആ 10 മണ്ഡലങ്ങളിൽ ഒന്നാണ് കഴക്കൂട്ടം എന്ന് പറയുന്ന വലിയ ആക്ഷേപം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പഴയകാല കണക്കുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 2001, 2006, 2011 എന്നിങ്ങനെ തുടർച്ചയായിട്ട് 3 തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടിയത് കോൺഗ്രസ് ആയിരുന്നു. അപ്പം കോൺഗ്രസിൻ്റെ കയ്യിലിരുന്നൊരു മണ്ഡലമാണ്. 2011 വരെ കൃത്യമായിട്ട് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നൊരു മണ്ഡലമാണ്. പിന്നീടാണ് വലിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവിടെ നടക്കുന്നത്. 2016 അവിടെ കടകംപള്ളി സുരേന്ദ്രൻ മത്സരിക്കാൻ വരുന്നത്. പിന്നീട് തുടർച്ചയായിട്ട് അദ്ദേഹം വിജയിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനു മുമ്പിട്ട് അദ്ദേഹം ഒരു പ്രാവശ്യം അവിടെ ഈ കഴക്കൂട്ടം തന്നെ മത്സരിച്ച് തോറ്റുപോയിട്ടുള്ള ഒരാളാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പിന്നീട് മണ്ഡലം കിട്ടുന്നു. അദ്ദേഹം അത് കൃത്യമായിട്ട് കൊണ്ടുപോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ വിജയം ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവചിക്കാൻ കഴിയില്ല. വലിയൊരു ഫൈറ്റാണ് അവിടെ നടക്കുന്നത്. വലിയൊരു ഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലിപ്പോൾ കഴക്കൂട്ടം,
അല്ലെങ്കിൽ നേമം, ഈ തിരുവനന്തപുരത്ത് തന്നെ ഏകദേശം 3 മണ്ഡലങ്ങൾ. ആ 3 മണ്ഡലങ്ങളിലാണ് വട്ടിയൂർക്കാവ്. ഈ 3 മണ്ഡലങ്ങളാണ് ഏറ്റവും കൂടുതലും ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങൾ, 3 അതിൽ 3 ത്രികോണപ്പോരാണ്, കടുത്ത ത്രികോണപ്പോരാണ്. കാരണം 3 സ്ഥാനാർത്ഥികളും പിടിക്കുന്നത് ഏകദേശം ഒരേ വോട്ടുകളാണ്. വിജയിക്കുകയാണെങ്കിൽ പോലും 2000, 3000, 4000 വോട്ടുകൾക്കായിരിക്കും ഏതെങ്കിലും സ്ഥാനാർത്ഥി വിജയിക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ശബരിമല വിഷയം അവിടെ ചർച്ചയാകുന്നുണ്ട്, BJPയുടെ വികസന പ്രവർത്തനങ്ങൾ അവിടെ ചർച്ചയാവുന്നുണ്ട്, കോൺഗ്രസിന്റെ ഡീല് വിവാദം അവിടെ ചർച്ചയാകുന്നുണ്ട്. അങ്ങനെ വലിയ ചർച്ചകളാണ് അവിടെ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടുത്തെ ആളുകളുടെ ശൈലിയിലും വ്യത്യസ്തതയുണ്ട്. കാരണം അവരുടെ ജോലിയാണെങ്കിലും മറ്റ് സംവിധാനങ്ങളാണെങ്കിലും ഇതെല്ലാം മാറുന്നതിനനുസരിച്ച് അവരുടെ ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ മാറുന്നതാണ്. ഇപ്പോൾ തിരുവനന്തപുരം പോലൊരു സിറ്റിയിൽ ജീവിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ലൈഫ് സ്റ്റൈൽ മാറുന്ന ആളുകളാണ് കൂടുതലും അവിടെയുള്ളത്. സ്വാഭാവികമായിട്ട് അത് അവരുടെ വോട്ട് പാറ്റേണിൽ കാണാൻ കഴിയുമോ എന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാത്രമേ പറയാൻ കഴിയൂ. എന്തു തന്നെയാണെങ്കിലും തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ ആര് ഭരണത്തിലേക്ക് വരണം എന്നൊരു ട്രെൻഡ് തീരുമാനിക്കാൻ തിരുവനന്തപുരം ജില്ലയ്ക്ക് കഴിയും. കാരണം വലിയൊരു വോട്ട് ബാങ്കുള്ള ഒരു ജില്ലയാണ്, വലിയൊരു സീറ്റുകളുള്ള ജില്ലയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. തിരുവനന്തപുരം, കൊല്ലം, അതേപോലെ തന്നെ ആലപ്പുഴ, ഈ 3 മണ്ഡലങ്ങളാണ് ഏകദേശം എപ്പോഴും LDFിനോടൊപ്പമാണെങ്കിൽ പോലും ആരാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അധികാരത്തിൽ എത്തേണ്ടത് എന്നൊരു ട്രെൻഡ് കൊടുക്കുന്ന മണ്ഡലങ്ങളാണ്. സ്വാഭാവികമായിട്ടും അവിടെ വലിയ വലിയ മത്സരങ്ങളാണ് നടക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ 3 പേരിൽ ആരെങ്കിലും ആയിരിക്കും വിജയിക്കാൻ പോകുന്നത്.